വാട്ട് ഈസ് പ്രസന്റേഷൻ എന്ന് ചോദിച്ചാൽ പറയുക കളക്ഷൻ ഓഫ് സ്ലൈഡ്സ് ആർ കാൾഡ് പ്രസന്റേഷൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്കായി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മികച്ച രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, CCയിൽ നിന്നും കേരള ബാങ്കിലേക്ക് അല്ലെങ്കിൽ കേരള ബാങ്കിലേക്ക് പ്രവേശിച്ചവരും അതുപോലെ തന്നെ ജോലിക്കായി കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പിക്ചേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. മികച്ച റാങ്കിൽ വന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇവിടെ ഈ സ്ഥാനത്ത് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മുടെ സിലബസിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരാവാൻ വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സിംഗ് തന്നെയാണ്. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്. അപ്പോൾ അതിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഒട്ടനേകം ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സ്ലൈഡ് ലേഔട്ട് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. എന്താണ് പവർ പോയിന്റിലെ സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത് നോക്കാം. എ സ്ലൈഡ് ലേഔട്ട് ഈസ് ദ പ്രീ ഡിഫൈൻഡ് അറേഞ്ച്മെന്റ് ഓഫ് പ്ലേസ് ഹോൾഡേഴ്സ് ഓൺ എ സ്ലൈഡ്. സ്ലൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രീ ഡിഫൈൻഡ് അറേഞ്ച്മെന്റ് ഓഫ് പ്ലേസ് ഹോൾഡേഴ്സ് ഓൺ എ സ്ലൈഡ്. ഒരു സ്ലൈഡിനകത്തുള്ള ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസ് ഹോൾഡേഴ്സ്, അതായത് ഒരു പർട്ടിക്കുലർ സ്ലൈഡ് ലേഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ടൈറ്റിൽ കാണും, ടൈറ്റിൽ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ കാണും, കണ്ടന്റ് ടൈപ്പ് ചെയ്യാനായിട്ടൊരു ബോക്സ് കാണും. അപ്പോൾ ടെക്സ്റ്റുകളോ ഇമേജുകളോ മറ്റ് എലമെന്റുകളോ കൊണ്ടുവെക്കാൻ സാധിക്കുന്ന സ്ക്വയർ ടൈപ്പ് ബോക്സുകളെയാണ്, സ്ക്വയർ ടൈപ്പ് ഡാഷ്ഡ് അല്ലെങ്കിൽ ഡോട്ടഡ് ബോക്സുകളെ പറയുന്ന പേരാണ് പ്ലേസ് ഹോൾഡേഴ്സ്. A slide layout is the predefined arrangement of placeholders on a slide. ഒരു സ്ലൈഡുകൾക്കകത്ത് നമുക്ക് കണ്ടന്റ് കൊണ്ടുവെക്കുവാൻ വേണ്ടിയിട്ടുള്ള റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഡാഷ്ഡോ ഡോട്ടഡ് ബോക്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലേസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ആ പ്ലേസ് ഹോൾഡേഴ്സിനകത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജുകളും അതുപോലെ തന്നെ മറ്റ് എലമെന്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൊണ്ട് വെക്കുന്നത്. അതാണ് പ്ലേസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻബിൽട്ട് ആയിട്ട് ഉള്ള ലേഔട്ടുകൾ അല്ലെങ്കിൽ പ്ലേസ് ഹോൾഡേഴ്സിനെയാണ് അല്ലെങ്കിൽ പ്ലേസ് ഹോൾഡേഴ്സ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. എ സ്ലൈഡ് ലേഔട്ട് ഈസ് ദ പ്രീ ഡിഫൈൻഡ് അറേഞ്ച്മെന്റ് ഓഫ് പ്ലേസ് ഹോൾഡേഴ്സ് ഓൺ എ സ്ലൈഡ്. ഇറ്റ് ഡിറ്റർമിൻസ് വേർ ദ ടൈറ്റിൽ, ടെക്സ്റ്റ്, pictures, charts, tables, smart art and other objects will appear on the slide. അപ്പോൾ സ്ലൈഡ് ലേഔട്ടിന്റെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ലൈഡിൽ എവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം, എവിടെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യണം, എവിടെ പിക്ചേഴ്സ് വെക്കണം, എവിടെ ചാർട്ട് വെക്കണം, എവിടെ ടേബിൾ വരയ്ക്കണം, സ്മാർട്ട് ആർട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ മറ്റ് എലമെന്റുകളെ കൊണ്ട് വെക്കണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ കഴിയുക. അല്ലെങ്കിൽ ആ സ്ലൈഡ് ലേഔട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ലൈഡിൽ ഈ പറഞ്ഞ ഒബ്ജക്റ്റുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. എ ലേഔട്ട് ഹെൽപ്സ് ക്രിയേറ്റ് സ്ലൈഡ് ക്വിക്ലി ആൻഡ് മെയിൻറ്റെയിൻ എ യൂണിഫോം അപ്പിയറൻസ് ത്രൂ ഔട്ട് ദ പ്രസന്റേഷൻ. ഒരു പ്രസന്റേഷനിൽ സ്ലൈഡുകളെ ഒരു കൺസിസ്റ്റന്റ് ലുക്കിൽ അല്ലെങ്കിൽ ഒരു യൂണിഫോം അപ്പിയറൻസിൽ കാണുവാനായിട്ടാണ് നമ്മൾ സ്ലൈഡ് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള സ്ലൈഡ് ലേഔട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ സ്ലൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ പ്രസന്റേഷനകത്ത് കാണുന്ന ഒരു ഇൻഡിവിജ്വൽ പേജിനെയാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്രസന്റേഷൻ എന്ന് ചോദിച്ചാൽ പറയുക കളക്ഷൻ ഓഫ് സ്ലൈഡ്സ് ആർ കാൾഡ് പ്രസന്റേഷൻ. ഒരു കൂട്ടം സ്ലൈഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രസന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു സ്ലൈഡിനകത്ത് ടെക്സ്റ്റ് എവിടെ വെക്കണം, ബാക്കിയുള്ള കണ്ടന്റുകൾ എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈഡ് ലേഔട്ടുകൾ ഉപയോഗിക്കുന്നത്. അതായത് പ്രീ ഡിഫൈൻഡ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, ഓരോ പ്ലേസ് ഹോൾഡേഴ്സിനെയും അറേഞ്ച് ചെയ്ത് സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലേഔട്ടുകളെയാണ് നമ്മൾ സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരു പർട്ടിക്കുലർ സ്ലൈഡ് ലേഔട്ട് എടുത്തിട്ട് അതിൻ്റെ പ്ലേസ് കോഡിൽ അതാത് സ്ഥാനത്ത് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. സ്ലൈഡ് ലേഔട്ട് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. A slide layout is the predefined arrangement of placeholders on a slide. നന്നായിട്ട് പഠിക്കുക. പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ്.
ഓക്കെ, ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണുന്നത് നമ്മുടെ ഒരു സ്ലൈഡ് ലേഔട്ട് ഗാലറിയാണ്. എന്താണ് സ്ലൈഡ് ലേഔട്ട് ഗാലറി? സ്ലൈഡ് ലേഔട്ട് ഗാലറി നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം ടാബിൽ, പവർ പോയിന്റിലെ ഹോം ടാബിൽ സ്ലൈഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. സ്ലൈഡ്സ് ഗ്രൂപ്പിനകത്ത് ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കണ്ടോ? ഈ ന്യൂ സ്ലൈഡ് കമാൻഡിനകത്ത് താഴെ കാണുന്ന ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സ്ലൈഡ് ലേഔട്ട് ഗാലറി കാണാൻ സാധിക്കും. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ലേഔട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താലും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ സെയിം ഗാലറി കാണാൻ സാധിക്കും. ഈ ഗാലറി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, ടു കണ്ടന്റ്, കമ്പാരിഷൻ, ടൈറ്റിൽ ഓൺലി എന്നിങ്ങനെ കുറേ ലേഔട്ട് സ്ട്രക്ചറുകൾ കാണാൻ സാധിക്കും. നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനകത്ത് എത്ര സ്ലൈഡ് ലേഔട്ടാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 9 സ്ലൈഡ് ലേഔട്ടുകളാണ് ഉള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എത്ര സ്ലൈഡ് ലേഔട്ടുകളാണ് പവർ പോയിന്റിനകത്തുള്ളത് എന്ന് ചോദിച്ചാൽ പറയുക 9 സ്ലൈഡ് ലേഔട്ടുകളാണ് ഉള്ളത്. ആ 9 സ്ലൈഡ് ലേഔട്ടുകളും ഈ ഒരു സ്ലൈഡ് ലേഔട്ട് ഗാലറിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഒരു പർട്ടിക്കുലർ ലേഔട്ട് സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിനകത്ത് എങ്ങനെയൊക്കെയാണോ പ്ലേസ് ഹോൾഡേഴ്സ് ഉള്ളത്, ആ പ്ലേസ് ഹോൾഡേഴ്സിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീ ഡിഫൈൻഡ് ആയിട്ട് സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ സ്ലൈഡ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ലേഔട്ടുകൾ അവൈലബിൾ ആണ്. ഇനി പഠിക്കേണ്ടത് പ്ലേസ് ഹോൾഡർ. പ്ലേസ് ഹോൾഡർ നന്നായിട്ട് മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. A placeholder is a dotted box that holds content such as title, text, pictures, charts, tables, smart art, media clips. അപ്പോൾ എന്താണ് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ടെക്സ്റ്റ്, ടൈറ്റിൽ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഡോട്ടഡ് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിവിധ കണ്ടന്റുകൾ കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഡോട്ടഡ് ബോക്സസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് പ്ലേസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് പല രീതിയിലായിട്ടായിരിക്കും പല വ്യത്യസ്ത ലേഔട്ടുകളിൽ പ്ലേസ് ഹോൾഡേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റുകളെ സ്ലൈഡിൽ കൊണ്ട് വെക്കാൻ സാധിക്കും. The arrangement of these placeholders is called the slide layout. മനസ്സിലാക്കുക, the arrangement of the placeholders is called the slide layout. A placeholder is a dotted box that holds various content such as title, text, pictures, charts, tables, smart art, media clips, etc. Media clips എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ക്ലിപ്പും വീഡിയോ ക്ലിപ്പും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രസന്റേഷനുള്ളിലെ സ്ലൈഡിനുള്ളിൽ കൊണ്ട് പ്ലേസ് ചെയ്യുവാൻ സാധിക്കും. മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു സ്ലൈഡ് ലേഔട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഹോൾഡർ കാണാം. കണ്ടോ, ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് ആ പ്ലേസ് ഹോൾഡർ ബോക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് ഹോൾഡറിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, സബ് ടൈറ്റിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ടൈറ്റിൽ സ്ലൈഡ് ലേഔട്ട് ആണ് കേട്ടോ. ടൈറ്റിൽ സ്ലൈഡ് ലേഔട്ട് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. നമ്മുടെ ഒരു പ്രസൻറ്റേഷനകത്ത് വരുന്ന ആദ്യത്തെ ഡിഫോൾട്ട് സ്ലൈഡ് ലേഔട്ട് ആണ്. ഫസ്റ്റ് സ്ലൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ടൈറ്റിൽ കണ്ടന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്ന ലേഔട്ട് ആണ് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്ലേസ് ഹോൾഡേഴ്സ് ആണ് കേട്ടോ. ഹൗ ടു അപ്ലൈ എ സ്ലൈഡ് ലേഔട്ട്. ഒരു സ്ലൈഡ് ലേഔട്ടിനെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. സെലക്ട് ദ സ്ലൈഡ്, ഒരു പർട്ടിക്കുലർ സ്ലൈഡ് സെലക്ട് ചെയ്യുക. ദെൻ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഹോം ടാബിനകത്ത് സ്ലൈഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാൻ സാധിക്കും. സ്ലൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ലേഔട്ട് എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്ലൈഡ് ലേഔട്ട് ഗാലറി താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ മെനു പോലെ ഓപ്പൺ ആയി വരും. ആ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈഡ് ലേഔട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതെങ്ങനെയാണ് നമ്മളൊരു സ്ലൈഡ് ലേഔട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എന്നാൽ നോക്കിക്കേ, ഈ കാണുന്നതാണ് സ്ലൈഡ് ലേഔട്ട് ഗാലറി എന്ന് പറയുന്നത്. 9 സ്ലൈഡ് ലേഔട്ടുകളാണ് നമുക്ക് ഉള്ളത് കേട്ടോ. എല്ലാ പ്രസന്റേഷനിലെയും ഫസ്റ്റ് ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത് ടൈറ്റിൽ സ്ലൈഡ് ആണ് കേട്ടോ. ടൈറ്റിൽ സ്ലൈഡിൽ എത്ര പ്ലേസ് ഹോൾഡേഴ്സ് ആണുള്ളത്, 2 പ്ലേസ് ഹോൾഡേഴ്സ് ആണുള്ളത്. ഒന്നെന്താണ്, ക്ലിക്ക് ടു ആഡ് ടൈറ്റിലും ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിലും കേട്ടോ. അത് മനസ്സിലാക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ സ്ലൈഡ് ലേഔട്ട് ഗാലറി എന്ന് പറയുന്നത്. ഇവിടെ നിന്നും യഥേഷ്ടം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ലൈഡ് ലേഔട്ട് നമ്മുടെ പ്രസന്റേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഒരു സ്ലൈഡ് ലേഔട്ട് അപ്ലൈ ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡ്സ് പെയിൻ, ഈ കാണുന്നതാണ് സ്ലൈഡ്സ് പെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രസന്റേഷനകത്തുള്ള എല്ലാ സ്ലൈഡുകളെയും തംബ്നെയിലിന്റെ രൂപത്തിൽ നമ്മുടെ സ്ക്രീനിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ഏരിയ പറയുന്ന പേരാണ് സ്ലൈഡ്സ് പെയിൻ. എന്താണ് സ്ലൈഡ്സ് പെയിൻ? അപ്പൊ സ്ലൈഡ്സ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷനകത്തുള്ള എല്ലാ സ്ലൈഡുകളെയും അതിൻ്റെ ആ ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ തംബ്നെയിൽ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിയേച്ചർ രൂപത്തിൽ സൈഡിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓരോ സ്ലൈഡും മെയിൻ വർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വെക്കുവാനും സാധിക്കും കേട്ടോ. ഇതിനെയാണ് സ്ലൈഡ്സ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡ്സ് പെയിനിൽ ഒരു പർട്ടിക്കുലർ സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അവിടെ ഈ കാണുന്ന ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് ലേഔട്ട് ഗാലറിയിലേക്ക് പോവുകയും അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള സ്ലൈഡ് ലേഔട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനും സാധിക്കും. അത് മനസ്സിലാക്കുക കേട്ടോ. ഡിഫോൾട്ട് ലേഔട്ട് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത കൂടുതലാണ്. When a new slide is inserted in PowerPoint, the default layout is title and content കേട്ടോ. നമ്മളൊരു പുതിയ ഒരു ലേഔട്ട് അല്ലെങ്കിൽ നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് ഒരു ലേഔട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് വരുന്ന സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ആണ് കേട്ടോ. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു ലേഔട്ടിന് പ്രധാനമായിട്ട് 2 പ്ലേസ് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് എന്താണ്, ക്ലിക്ക് ടു ആഡ് ടൈറ്റിലും 2 ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റും. ഇങ്ങനെ 2 പ്ലേസ് ഹോൾഡേഴ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് പ്ലേസ് ഹോൾഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. തൊട്ട് താഴെ കാണുന്ന ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകളും പിക്ചേഴ്സും ചാർട്ടും ടേബിൾസും എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാക്കുക, നമ്മൾ പുതിയ ഒരു സ്ലൈഡ് പവർ പോയിന്റിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. മറ്റൊരു രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒരു സ്ലൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രസന്റേഷൻ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ആദ്യത്തെ സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത് ടൈറ്റിൽ സ്ലൈഡ് ആണ്. എന്നാൽ ഒരു പ്രസന്റേഷനകത്ത് നമ്മൾ പുതിയ ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്താൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് സ്ലൈഡ് ലേഔട്ട് ആണ്. ഞാൻ ഈ പറഞ്ഞ 2 കാര്യവും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കുക. ഒരു പുതിയ പ്രസന്റേഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഒരൊറ്റ സ്ലൈഡ് മാത്രമേ അതിനകത്ത് കാണുകയുള്ളൂ. ആ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ലൈഡാണ്. അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത് ടൈറ്റിൽ സ്ലൈഡ് ആണ്. ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു പ്രസന്റേഷനകത്ത് നമ്മൾ പുതിയ ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് വരുന്നത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് സ്ലൈഡ് ലേഔട്ട് ആണ്. 2 പ്ലേസ് ഹോൾഡേഴ്സേ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കിനി ഓരോ സ്ലൈഡ് ലേഔട്ടുകളായിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ നോക്കുന്നത് ടൈറ്റിൽ സ്ലൈഡ് ആണ്. ഫോർ പ്രസന്റേഷൻ ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ, ടൈറ്റിൽ എന്ന് പറയുന്നതും സബ് ടൈറ്റിൽ എന്ന് പറയുന്നതുമായിട്ടുള്ള 2 പ്ലേസ് ഹോൾഡേഴ്സേ നമുക്ക് ടൈറ്റിൽ സ്ലൈഡിനകത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാ പ്രസന്റേഷൻ്റെയും ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫസ്റ്റ് സ്ലൈഡാണ് എന്തെന്ന് പറയുന്നത്, ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയുന്നത്. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, 1 ടൈറ്റിൽ ആൻഡ് 1 കണ്ടന്റ് ബോക്സ് യൂസ്ഡ് ഫോർ ടെക്സ്റ്റ്, ടേബിൾസ്, ചാർട്ട്, പിക്ചേഴ്സ് എക്സെട്ര. ഇത് ഒരു പ്രസന്റേഷനകത്തുള്ള ഡിഫോൾട്ടായിട്ട് നമ്മളൊരു പ്രസന്റേഷനകത്ത് ഒരു പുതിയ ഒരു സ്ലൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആയി വരുന്ന സ്ലൈഡ് ലേഔട്ടാണ് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെ 2 പ്ലേസ് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ടൈറ്റിൽ ആഡ് ചെയ്യാനായിട്ടുള്ള പ്ലേസ് ഹോൾഡറും 2 നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകളും മറ്റ് എലമെന്റുകളും ഒക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള പ്ലേസ് ഹോൾഡറുമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ ഹെഡർ. സെക്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള സ്ലൈഡ് ലേഔട്ട് ആണ്. ഇൻട്രൊഡ്യൂസസ് എ ന്യൂ സെക്ഷൻ, അതായത് ഒരു പ്രസന്റേഷനകത്ത് ഒരു സെക്ഷൻ അവസാനിച്ചതിന് ശേഷം പുതിയ ഒരു ചാപ്റ്ററോ പുതിയ ഒരു മൊഡ്യൂളോ പുതിയ ഒരു സെക്ഷനോ നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ലൈഡ് ലേഔട്ടാണ് സെക്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ഇവിടെയും 2 പ്ലേസ് ഹോൾഡേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റും ഒന്ന് ക്ലിക്ക് ടു ആഡ് ടൈറ്റിലും കേട്ടോ. അപ്പോൾ ഇൻട്രൊഡ്യൂസ് എ ന്യൂ സെക്ഷൻ, ഒരു പ്രസന്റേഷനകത്ത് എക്സിസ്റ്റിംഗ് സെക്ഷനോടൊപ്പം പുതിയ ഒരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ തുടങ്ങുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ലൈഡ് ലേഔട്ടാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. അടുത്തത് കമ്പാരിഷൻ സ്ലൈഡ് ലേഔട്ട്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെയാണ് എന്തിനാ യൂസ് ചെയ്യുന്നത്,
സിമിലർ ടു കണ്ടന്റ് ബട്ട് വിത്ത് ഹെഡിങ്സ് ഫോർ കമ്പാരിഷൻ കേട്ടോ. അതായത് ഇവിടെ ഒരു മൊത്തത്തിൽ 5 പ്ലേസ് ഹോൾഡേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഒരു ടൈറ്റില്, പിന്നെ ഹെഡിങ് ആഡ് ചെയ്യാനായിട്ടുള്ള 2 പ്ലേസ് ഹോൾഡർ, ആ ഹെഡിങ്ങുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനായിട്ടുള്ള 2 പ്ലേസ് ഹോൾഡർ. ഇതിനെയാണ് കമ്പാരിഷൻ സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ഈ കമ്പാരിഷൻ സ്ലൈഡ് ലേഔട്ടും ടു കണ്ടന്റ് സ്ലൈഡ് ലേഔട്ടും ഏകദേശം സെയിം ആണ്. ടു കണ്ടന്റ് സ്ലൈഡ് ലേഔട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 2 ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന 2 സെക്ഷൻ ഉണ്ട്. ഈ 2 സെക്ഷന് മുകളിലായിട്ട് ഹെഡിങ്സ് ടൈപ്പ് ചെയ്യാനുള്ള പ്ലേസ് ഹോൾഡർ എന്ത് ചെയ്യില്ല, കാണില്ല. പക്ഷേ കമ്പാരിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഡാറ്റയെ കമ്പയർ ചെയ്യാം. ആ 2 തരത്തിലുള്ള ഡാറ്റയും കമ്പയർ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുകളിലായിട്ട് ഹെഡിങ്സ് ആഡ് ചെയ്യാനായിട്ടുള്ള 2 പ്ലേസ് ഹോൾഡറും കൂടി കാണും കേട്ടോ. 5 പ്ലേസ് ഹോൾഡേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഡാറ്റകളെ തമ്മിൽ താരതമ്യം ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടു കണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു സ്ലൈഡ് ലേഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹെഡിങ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ഹോൾഡർ കാണത്തില്ല. ഇവിടെ ടൈറ്റിലും കാണും, തൊട്ട് താഴെ 2 കണ്ടന്റുകൾ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള 2 പ്ലേസ് ഹോൾഡേഴ്സും കാണും കേട്ടോ. അവിടെ 3 പ്ലേസ് ഹോൾഡേഴ്സേ നമുക്ക് ടു കണ്ടന്റ് എന്ന് പറയുന്ന സ്ലൈഡ് ലേഔട്ട് സ്ട്രക്ചറിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. ദെൻ ബ്ലാങ്ക് എംപ്റ്റി സ്ലൈഡ് ഫോർ കസ്റ്റം ഡിസൈൻ. ഇതൊരു എംപ്റ്റി സ്ലൈഡാണ്, ബ്ലാങ്ക് ആയിരിക്കും, അതൊന്നും കാണത്തില്ല. ഒരു വൈറ്റ് പേജ് ആയിരിക്കും, സ്ലൈഡ് ആയിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കസ്റ്റം ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടേബിൾസ് വരയ്ക്കാം, ചാർട്ട് വരയ്ക്കാം, സ്മാർട്ട് ആർട്ട് കൊണ്ടുവയ്ക്കാം, ഷേപ്സ് വരയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു യൂസറിന് ആവശ്യമായിട്ടുള്ള കസ്റ്റമൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡ് ലേഔട്ടാണ് ബ്ലാങ്ക് സ്ലൈഡ് ലേഔട്ട് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, കണ്ടന്റ് ഏരിയ പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്. നമുക്ക് കണ്ടന്റ് ഏരിയയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റും ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ലൈഡ് ലേഔട്ട് സ്ട്രക്ചറാണ് കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 പ്ലേസ് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓരോ സ്ലൈഡ് ലേഔട്ടിനും എത്ര പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ട് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സോ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നമുക്ക് 9 സ്ലൈഡ് ലേഔട്ടുകളാണുള്ളത്. ഓരോ ലേഔട്ടിനകത്തും എത്ര പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ എത്ര പ്ലേസ് ഹോൾഡേഴ്സ് ആണ് കാണാൻ സാധിക്കുക? കണ്ടന്റ് വിത്ത് ക്യാപ്ഷനിൽ 3 പ്ലേസ് ഹോൾഡേഴ്സ് ആണ് ഉള്ളത് അല്ലേ. നെക്സ്റ്റ് പിക്ചർ വിത്ത് ക്യാപ്ഷൻ, ലാർജ് ഇമേജസ് വിത്ത് ക്യാപ്ഷൻ ടെക്സ്റ്റ്. നമുക്ക് വലിയ ഒരു പടവും കൊണ്ടുവച്ച് താഴെ ആ പടത്തിന് ഒരു ടൈറ്റിലും ആ പടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ സാധിക്കും. മൊത്തം 3 പ്ലേസ് ഹോൾഡേഴ്സ് ആണ് പിക്ചർ വിത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ലൈഡ് ലേഔട്ട് സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. ടൈറ്റിൽ ഓൺലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരൊറ്റ പ്ലേസ് ഹോൾഡർ മാത്രമേ കാണുകയുള്ളൂ. ഒരു ടൈറ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ടൈറ്റിൽ ഓൺലി സ്ലൈഡ് ലേഔട്ട് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒറ്റ പ്ലേസ് ഹോൾഡറെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ടൈറ്റിൽ സ്ലൈഡ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒന്നാമത്തെ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ലൈഡ് ലേഔട്ടാണ് ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയുന്നത്. അവിടെ 2 പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ട്. ടൈറ്റിലും സബ് ടൈറ്റിലും ആഡ് ചെയ്യാനുള്ള പ്ലേസ് ഹോൾഡർ ഉണ്ട്. ഇനി ടൈറ്റിൽ ഓൺലി ആണെങ്കിലോ ടൈറ്റിൽ മാത്രം ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് ഹോൾഡറെ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി ഈ സ്ലൈഡ് ലേഔട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സുപ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്ലൈഡ് ലേഔട്ട് ഡിറ്റർമിൻസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പ്ലേസ് ഹോൾഡേഴ്സ് ഓൺ എ സ്ലൈഡ്. നല്ലൊരു പോയിന്റ് ആണ്, വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക. സ്ലൈഡ് ലേഔട്ട് ഡിറ്റർമിൻസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പ്ലേസ് ഹോൾഡേഴ്സ് ഓൺ എ സ്ലൈഡ്. ഒരു സ്ലൈഡിനകത്ത് പ്ലേസ് ഹോൾഡറിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? സ്ലൈഡ് ലേഔട്ട് ആണ്. ഒരു യൂസർ അതിനകത്ത് പ്ലേസ് ഹോൾഡേഴ്സ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ലേഔട്ട് എടുക്കുക, പർട്ടിക്കുലർ പ്ലേസ് ഹോൾഡറിനകത്ത് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ചേർക്കുക. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് പ്ലേസ് ഹോൾഡർ എന്ന് ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കണം. പ്ലേസ് ഹോൾഡേഴ്സ് ആർ കണ്ടെയ്നേഴ്സ് ഫോർ ടെക്സ്റ്റ് ആൻഡ് ഓബ്ജക്ട്സ്. ടെക്സ്റ്റുകളും ഒബ്ജക്റ്റുകളും ഒക്കെ കൊണ്ട് വെക്കുവാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറാണ് എന്തെന്ന് പറയുന്നത്, പ്ലേസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദ ലേഔട്ട് കമാൻഡ് ഈസ് അവൈലബിൾ ഇൻ ദ ഹോം ടാബ് സ്ലൈഡ്സ് ഗ്രൂപ്പ്. ലേഔട്ട് എന്ന് പറയുന്ന സ്ലൈഡ് ലേഔട്ട് കമാൻഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോം ടാബിനകത്ത് സ്ലൈഡ്സ് ഗ്രൂപ്പിനകത്ത് പോവുക. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്ലൈഡ് ലേഔട്ട് ഗാലറി ആക്സസ് ചെയ്യാൻ സാധിക്കുക. ആ ഗാലറിക്കുള്ളിൽ നിന്നും ഒരു പർട്ടിക്കുലർ ലേഔട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും അവിടെ നിന്നാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഡിഫോൾട്ട് ലേഔട്ട് ഓഫ് എ ന്യൂ സ്ലൈഡ് ഈസ് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫോൾട്ട് ലേഔട്ട് എന്ന് പറയുന്നത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഒരു പുതിയ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ടൈറ്റിൽ സ്ലൈഡ് ആണ്. അതുപോലെ ഡിഫോൾട്ട് ലേഔട്ട് ഓഫ് ന്യൂ സ്ലൈഡ്, ഒരു പ്രസന്റേഷനകത്ത് പുതിയ ഒരു സ്ലൈഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വരുന്ന
ഫസ്റ്റ് സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ആണ്. ബ്ലാങ്ക് ലേഔട്ട് കണ്ടെയ്ൻസ് നോ പ്ലേസ് ഹോൾഡേഴ്സ്. ബ്ലാങ്ക് ലേഔട്ടിനകത്ത് പ്ലേസ് ഹോൾഡേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അവിടെ ഒരു യൂസറിന് ആവശ്യമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, കസ്റ്റം ഡിസൈൻ ചെയ്യാം, കസ്റ്റമൈസേഷൻ നടത്താം. ടൈറ്റിൽ സ്ലൈഡ് ഇസ് ജനറലി യൂസ്ഡ് ആസ് ദ ഫസ്റ്റ് സ്ലൈഡ്. ടൈറ്റിൽ സ്ലൈഡിനെയാണ് നമ്മൾ ജനറലി ഫസ്റ്റ് സ്ലൈഡായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ടു കണ്ടന്റ് ലേഔട്ട് കണ്ടെയ്ൻസ് ടു കണ്ടന്റ് പ്ലേസ് ഹോൾഡേഴ്സ്. രണ്ട് കണ്ടന്റ് ലേഔട്ടിനകത്ത് ടു കണ്ടന്റ് പ്ലേസ് ഹോൾഡേഴ്സ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കമ്പാരിഷൻ ലേഔട്ട് കണ്ടെയ്ൻസ് ഹെഡിങ്സ് ആൻഡ് കണ്ടന്റ് പ്ലേസ് ഹോൾഡേഴ്സ്. കമ്പാരിഷൻ ലേഔട്ട് ആണെങ്കിൽ രണ്ട് കണ്ടന്റും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഹെഡിങ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. മൊത്തം 5 പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ലേഔട്ട് അഫക്ട്സ് ദ സ്ട്രക്ചർ ഓഫ് എ സ്ലൈഡ് നോട്ട് ഇറ്റ്സ് കളേഴ്സ് ഓർ ഫോൺസ്. നന്നായിട്ട് പഠിക്കുക. ലേഔട്ട് എന്ന് പറയുമ്പോൾ സ്ലൈഡിന്റെ സ്ട്രക്ചറിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ കളറിനെയോ ഫോണ്ടിനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ തെറ്റിക്കുവാനായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഇങ്ങനെ കൊണ്ടിടും കേട്ടോ. ലേഔട്ട് ഉപയോഗിച്ച് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗുരുഷ്ടായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിടും. നിങ്ങളെ മാർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ലേഔട്ട് അഫക്ട്സ് ഓൺലി ദ സ്ട്രക്ചർ ഓഫ് എ സ്ലൈഡ് നോട്ട് ഇറ്റ്സ് കളേഴ്സ് ഓർ ഫോൺസ്. കളറും ഫോണ്ടിനെയൊക്കെ അഫക്ട് ചെയ്യാൻ തീംസും ഡിസൈനൊക്കെ വേറെ ഉണ്ട് കേട്ടോ. തീംസ് ആൻഡ് ലേഔട്ട്സ് ആർ ഡിഫറെൻറ്റ്. തീംസും ലേഔട്ടും ഒന്നല്ല, രണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്ലൈഡ് ലേഔട്ട് എന്താണ് എന്ന് പഠിച്ചു. വളരെ മികച്ച ഒരു ടോപ്പിക്കാണ്, നന്നായിട്ട് പഠിക്കുക. ഇനി എനിക്ക് പറയേണ്ട കാര്യം, CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സഹകരണ ബാങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജോലി നേടാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ലോങ് ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള അധ്യാപകർ എടുത്ത റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിലെത്തും. അത് നിങ്ങൾക്ക് ആവർത്തിച്ച് കേട്ട് ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് ബൈഹാർട്ടാക്കുവാൻ സാധിക്കും. പിന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും. മോഡൽ എക്സാംസ് ആണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് കേട്ടോ. ഓരോ മോഡൽ എക്സാം എഴുതുമ്പോഴും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, എത്രമാത്രം അറിവാണ് ഈ ഒരു സബ്ജക്റ്റിൽ എനിക്കുള്ളത് എന്ന് സ്വയം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ ലൈവ് സെഷൻ ഫോർ ഓൾ സബ്ജക്ട്സ്, എല്ലാ സബ്ജക്റ്റുകൾക്കും ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് സൂം മീറ്റിംഗ്സ് ഒക്കെ വഴി നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ടാവും. നിങ്ങളുടെ കോഴ്സുമായിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള സംശയം മെൻറ്ററിനോട് ചോദിക്കാം. എല്ലാവിധ സപ്പോർട്ടും മെൻറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കും. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. വിളിച്ച് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. 8921440580. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ പവർ പോയിന്റിനകത്ത് കിടക്കുന്ന ഈ സ്ലൈഡ് ലേഔട്ട് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 9 സ്ലൈഡ് ലേഔട്ടാണുള്ളത്. ഓരോ സ്ലൈഡ് ലേഔട്ടിലും എത്ര പ്ലേസ് ഹോൾഡേഴ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. സോ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.